ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാട്ടോ. നമ്മളെ ഒരിക്കലും ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം മനുഷ്യർ വ്യത്യസ്തരാണ്, അല്ലേ? എനിക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ അയാൾ പെർഫോം ചെയ്യണ പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം കുട്ടികളെ നോക്കുക, അവരുടെ IQ ലെവല് പല റേഞ്ചായിരിക്കും. ചിലപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരിക്കും, പ്ലസ് അതിൻ്റെ കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ചിലരിപ്പം നല്ലോണം പഠിക്കുക മാത്രമേ ഉള്ളൂ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് പഠിച്ചാൽ കിട്ടില്ല എന്നേ. അത് അവരുടെ കുഴപ്പമല്ല, അവരവരുടെ മാക്സിമം നോക്കിയിട്ടായിരിക്കും അവറ്റങ്ങൾക്ക് അത്രയും പഠിക്കാൻ കിട്ടുന്നത്. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ? റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് ലൈഫിൽ? അല്ല. അപ്പോൾ നമ്മൾ അവരുടെ കഴിവുകൾ അവരെ കൂട്ടാൻ പ്രോത്സാഹിപ്പിക്കുക, എങ്ങനെ അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്ന് ശ്രമിക്കുക, ആലോചിക്കുക, അവരുടെ സജഷൻസ് പരിഗണിക്കുക. അവർക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റണേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവരുടെ സജഷൻസ് എടുക്കണമെന്ന്. ചിലപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി വേ എന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ ഒരു ഐഡിയാസ് മാത്രം അവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ പ്രായമായ മാതാപിതാക്കൾ, ഹൗസ് വൈഫ്, അല്ലേ, ഈ രണ്ട് കൂട്ടരെയും നമ്മൾ പരിഗണിക്കാറുണ്ടോ? ഇല്ല. ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അവരുടെ കുറവുകളോടുകൂടി നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്? പ്രായമായ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ ധൈര്യമായി പുറത്തു പോയി വരുന്നത്. നമ്മുടെ വീടിനെ ലൈവാക്കി വെക്കുന്നത് അവരാണ്. നമ്മൾ പോയി വരണ വരെ നമ്മുടെ മക്കളെ നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരാൽ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് ഈ പ്രായമായവരല്ലേ. ഇനി ഹൗസ് വൈഫ്സിനെ നോക്കുക. നമ്മൾ ചോദിച്ചാൽ പറയും, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കണം, വേറെ ഒന്നിനും പോണില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. എന്ത് സിമ്പിളായിട്ടല്ലേ നമ്മളത് പറഞ്ഞത്. നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞ കാര്യം ഒരു ദിവസം നമ്മളൊന്ന് പെർഫോം ചെയ്ത് നോക്ക്, അവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ. സ്ത്രീകളുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അവരെ സഹായിക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബിളി സ്ത്രീകളാണ് അത് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പം അതിൽ കുറവുകളുണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. അപ്പം നമ്മൾ അതിനവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എടി അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, അതും കൂടി ഓർമ്മയിൽ വേണം, ഇങ്ങനെ ചെയ്തോളൂ എന്ന് നമുക്ക് സജഷൻസ് പറയാം. അവരെത്രയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതൊന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല. എന്തുകൊണ്ടത് ചെയ്തില്ല, ഇങ്ങനെയാണോ ചെയ്യുക, ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് ഒരിക്കലും നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. അത് അവരെ കൂടുതൽ ഡിപ്രഷനിലേക്ക് ആക്കുള്ളൂ. കാരണം അവരുടെ ലോകം വളരെ ചെറുതാണ്. വീടും പരിസരവും കുടുംബാംഗങ്ങളും മക്കളും പാർട്ട്നേഴ്സും അതിലും വിട്ട് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീട് ഒരിക്കലും ലൈവാവില്ല. അവരവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ നമ്മൾ വിഷമിക്കുള്ളൂ. അവർ ജോലിക്ക് പോകാത്തത് ചിലപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കുന്നേ. ചിലപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കാം, വീട്ടിലെ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, മക്കൾ വരുമ്പോൾ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ ഒരുമിച്ച് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെയെങ്കിലും പാളിച്ചകൾ വരുന്നേ. അപ്പോൾ ആക്ച്വലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കുറവുകൾ നമ്മൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മളാണ് ചെയ്യേണ്ടത്, മറ്റൊരാളും അവരെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അതുകൊണ്ട് മക്കളെന്നോ മാതാപിതാക്കളെന്നോ വൃദ്ധരായവരെന്നോ അങ്ങനെ വേർതിരിവില്ലാതെ കഴിവുള്ളവരോ കഴിവില്ലാത്തവരോ എന്തും ആയിരിക്കട്ടെ, ഏത് ഏജ് ഗ്രൂപ്പ് ആയിരിക്കട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവരുള്ളത് കൊണ്ടാണ് നമ്മൾ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നും ഓർമ്മയിലുണ്ടാകണം. നമ്മളാൽ സഹായിക്കാൻ പറ്റുന്നവരെ നമ്മളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.